ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ വ്ളോഗാണ്. ഞങ്ങളപ്പോൾ രാവിലെ എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ഞാനൊരു കല്യാണത്തിന് പോകണം. പോകുന്ന വഴിയിൽ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വെറുതെ അല്ലേ ഇരിക്കുന്നത്, വീട്ടിലോട്ട് പോവാം, എന്നെ അവിടെ ആക്കിയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് കല്യാണത്തിന് പോയി. വന്ന പാടെ തന്നെ ക്ലീനിങ് തുടങ്ങി. കാരണം ദേ കണ്ടില്ലേ, ഭയങ്കര വണ്ട് ശല്യമാണ് ഇവിടെ. വണ്ട് മാത്രമല്ല, കുഞ്ഞു ഉറുമ്പും ഉണ്ട്. അപ്പം പിള്ളേർ എന്തായാലും സ്വസ്ഥമായിട്ട് കിടത്താൻ പറ്റില്ല. മാത്രമല്ല 2-3 ആഴ്ച ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ എന്തായാലും തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിള്ളേരെ നമുക്ക് കിടത്താനൊക്കെ പറ്റത്തുള്ളൂ. അത്രയും വണ്ട് ശല്യമാണ്. ഇതേ കണ്ടില്ലേ, എവിടെ നോക്കിയാലും ഈ ഒരു കറുത്ത വണ്ടാണ്. ഇതിങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ ചെവിയിലൊക്കെ കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്ത പണിയാകും. അപ്പം ഏകദേശം എല്ലാം ഒന്ന് അടിച്ച് വാരി ഞാൻ എടുക്കുന്നുണ്ട്. കതകിനിടയിലും ജനലിനിടയിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ തൂത്ത് താഴെയിട്ട് ഞാനെല്ലാം ഒന്ന് തൂത്ത് പുറത്തോട്ടാക്കിയിട്ട് ഇനി ഒന്ന് തുടച്ചെടുക്കണം. മാത്രമല്ല ഇന്നലെ മഴ പെയ്തപ്പോഴത്തെ സൈഡൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോയിലൊക്കെ പറയാറില്ലേ, വീട്ടിൽ പോയപ്പോൾ കോവയ്ക്ക കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന ചെടിയിലാണ് ഇങ്ങനെ പടർന്ന് കയറി കിടക്കുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ പറിക്കുന്നത്. ഈ ഷീറ്റിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടൊക്കെയാണ്, സാഹസമായിട്ടൊക്കെയാണ് എല്ലാം പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോട്ടുള്ള കാഴ്ചകൾ. മുഴുവനും ഇവിടെയൊക്കെ റബ്ബറായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതൊക്കെ മുറിച്ച് മാറ്റി ഇപ്പോൾ മരിച്ചിനി വാഴ അങ്ങനെയൊക്കെ വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല രസമാണ്, ഒരു നല്ല പച്ചപ്പല്ലേ. മാത്രമല്ല ഇന്നലെ മഴ പെയ്തപ്പോഴത്തേക്ക് ആ ഒരു വെയിലിൻ്റെ വരൾച്ചയൊന്നുമില്ലാതെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് നിന്നതിന് ശേഷം ഫ്രണ്ടിലോട്ട് വന്നു. ഫ്രണ്ട് പോർഷനാണ് ഇവിടെ. അപ്പോൾ 2 റൂമാണ് ഈ മുകൾ ഭാഗത്തുള്ളത്. ഒരു ടോയ്ലറ്റും 2 റൂമും ഒരു ചെറിയ കിച്ചനും ഉണ്ട്. അപ്പോൾ ഇവിടെ അമ്മയും പപ്പയാണ് താമസിക്കുന്നത്. അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. മാത്രമല്ല അവരിങ്ങനെ താഴത്തെ പോർഷനിലാണ് താമസിക്കുന്നത്. ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കൊക്കെയാണ് ഇങ്ങനെ ഇവിടെ ഉപയോഗിക്കാറ്. അല്ലെന്നുണ്ടെങ്കിൽ അടച്ചു പൂട്ടിയിട്ടേക്കും. അവരെന്തെങ്കിലും അത്യാവശ്യത്തിനോ അല്ലെങ്കിൽ തുണി വിരിക്കുന്നതിന് അങ്ങനെയൊക്കെ മുകളിൽ കയറി വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രാവ് ഒരുപാട് ഇങ്ങനെ കച്ചടയൊക്കെ ഇട്ടേക്കാണ് ഫ്രണ്ടിൽ. കാരണം കഷ്ടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. വല്ലാത്ത സ്മെല്ലായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കഴുകിയിട്ടാൽ മാത്രമേ ആ ഒരു സ്മെല്ലൊക്കെ പോകത്തുള്ളൂ. മാത്രമല്ല ഞങ്ങൾ സ്ഥിരം ഉള്ളപ്പോഴത്തേക്ക് ഓടിച്ച് വിടും. അപ്പോൾ അധികം അങ്ങനെ വന്നിരിക്കില്ല. ഇപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഷട്ടറിൽ ഇരുന്നിട്ട് കൂടൊക്കെ വെച്ചിരുന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ഞങ്ങൾ ഓടിച്ച് വിടും. അപ്പോൾ അപ്പുറത്തെ പോയിരിക്കും, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇവിടെ വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഞങ്ങൾ താഴോട്ട് വന്ന് കാപ്പി കുടിച്ചപ്പോൾ ഇന്ന് ദോശയും ഉരുളക്കിഴങ്ങ് കറിയാണ് അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് വന്നു വീണ്ടും. അപ്പോൾ ദേ മോൻ കളിക്കാൻ തുടങ്ങി. അവനെ തറയിൽ ഇതുപോലെ കിടത്തി കുറച്ച് സമയമൊക്കെ കളിച്ചുകൊണ്ട് കിടക്കും. ഞാൻ എപ്പോഴും അവന് വേണ്ടുന്ന കുറുക്കൊക്കെ ഉണ്ടാക്കി. കാരണം വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ കുറുക്കിൻ്റെ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറുക്കിൻ്റെ പൊടിയും പിന്നെ കരിപ്പെട്ടിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അവന് പനങ്കർക്കണ്ടിലല്ല, കരിപ്പെട്ടി തന്നെയാണ് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ അതെല്ലാം കൊടുത്ത് അവനെ ഉറക്കിയതിന് ശേഷം അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ചിക്കനൊക്കെ മേടിക്കുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞാനും മോളും കൂടെ വന്നു. അപ്പം ഞാനും മോളും കൂടെ എന്ന് പറഞ്ഞാൽ നടന്നാണ് വന്നത്. ഓട്ടോയൊന്നും കിട്ടിയില്ല. മാത്രമല്ല വീട്ടിൽ വെറുതെ അല്ലേ ഇരിക്കുന്നതെന്ന് വെച്ചിട്ട് അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ കൊടുത്തിട്ടാണ് വന്നത്. മാത്രമല്ല പപ്പയ്ക്ക് വയ്യായിരുന്നു. സാധാരണ പപ്പയാണ് ഇവിടെ വീട്ടിൽ വരുമ്പോൾ ചിക്കനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാറ്. ഇല്ലെങ്കിൽ ഇച്ചായനുണ്ടെങ്കിൽ ഞാനും ഇച്ചായനും പോകും, ഇല്ലെങ്കിൽ ഇച്ചായൻ ഒറ്റയ്ക്ക് പോകും. സാധാരണ ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോകാറില്ല. ഇന്ന് പിന്നെ പോകണമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് മരിച്ചിനി വെക്കുന്നുണ്ടായിരുന്നു. അത് മേടിച്ചുകൊണ്ടൊക്കെയാണ് വന്നത്. ചിക്കൻ കറി മരിച്ചിനെയൊക്കെ കഴിക്കാൻ ഒരു കൊതി. അമ്മ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. മാത്രമല്ല ആ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ ചിക്കൻ കറി ഇങ്ങനെ കഴിച്ചു പോകും. അത്രയ്ക്ക് നല്ലൊരു കളറാണ്. ഞാൻ വെക്കുന്ന രീതിയിലല്ല അമ്മ വെക്കുന്നത്. അങ്ങനെ അതെല്ലാം മേടിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ പിള്ളേർ കളിയൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് മോനെ കുളിപ്പിച്ചൊക്കെ ഉറക്കിയതിന് ശേഷം ഉച്ചയായപ്പോഴത്തേക്ക് ചോറ് റെഡിയായി. പിന്നെ ഞാൻ മോനുള്ളതുകൊണ്ട് മുകളിൽ കൊണ്ടുവന്നിരുന്നാണ് കഴിച്ചത്. മോൾക്കും കൊടുത്തു. അപ്പോൾ ചിക്കൻ കറിയും കപ്പയും രസമൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റു. അപ്പോഴത്തേക്കും ആ ഉറങ്ങുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നേ. കണ്ടില്ലേ, മഴയൊക്കെ മാറി ഒരുവിധം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു. ഇടിമിന്നലും കാറ്റും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്ക് കുറേ നാളുകൊണ്ട് വിചാരിക്കണം മോളെ ഒന്ന് പാർക്കിൽ കൊണ്ടുപോകണം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നെടുമങ്ങാടിലോട്ട് പോകാനൊരു 8-8.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. കുറേ നാളെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മഴയില്ലെങ്കിൽ പോകാമെന്നിരുന്നു. വൈകുന്നേരം ഇപ്പം മഴയൊക്കെ മാറിയോണ്ട് അവളെ ഒന്ന് പാർക്കിലോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആദ്യം ആൾക്ക് ഇങ്ങനെ ഇതിലൊക്കെ കയറാനും ഒക്കെ പേടിയായിരുന്നു. അപ്പോൾ ഇന്ന് മുഴുവൻ അവളുടെ കൂടെ അവളെ കളിപ്പിച്ചതും അവളെ നോക്കിയതൊക്കെ ചെയ്യാനാണ്. കാരണം ഞാൻ വന്ന പാടെ മോനുള്ളതുകൊണ്ട് മാറി അവിടെ ഇരുന്നു. അതുപോലെ സീറ്റൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ചൂടോ അങ്ങനെയൊന്നുമില്ല. വൈകുന്നേരം ആയതുകൊണ്ട് മഴക്കോളമൊക്കെ ആയതുകൊണ്ട് നല്ലൊരു തണുപ്പൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു
കുളം പോലെ ഇതുപോലെയുണ്ട്. ഒരുപാട് മീനുകളുണ്ട്. അന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒന്ന് കാണാൻ പറ്റും. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി ദേ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. കുറേ മീനുകളുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീനുണ്ട്. വലുതും ചെറുതുമായിട്ട് ഒരുപാട് മീനിങ്ങനെ വരുന്നുണ്ട് ഈ സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ ഇത് താമ്പലിൻ്റെ ഇലയാണെന്ന് തോന്നുന്നു. പൂവൊന്നുമില്ല. ഇങ്ങനെ കുറേ ഇല അവിടെ ഇവിടെയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ മോൾക്ക് ഇതിലൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം ആളങ്ങനെ അധികം ഞങ്ങളിങ്ങനെ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് അപ്പോൾ അവൾക്ക് ഇതിലൊക്കെ ഒറ്റയ്ക്ക് കയറി കളിക്കാനൊക്കെ പേടി. പിന്നെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയപ്പോഴത്തെ അവൾ കുറച്ചുകൂടെ ഫ്രീ ആയി എൻജോയ് ചെയ്ത് കളിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഒരുവിധം സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. കാരണം അധികം റൈഡൊന്നും ഇല്ല. എന്നാലും ഉള്ളതിൽ മോൾ എൻജോയ് ചെയ്ത് കളിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്